ഹായ് ഡിയേഴ്സ്, വെൽക്കം ബാക്ക്. ഇന്ന് ജിം ജാം ബിസ്ക്കറ്റിന്റെ ഹോം മെയ്ഡ് വേർഷനാണ് ചെയ്യുന്നത്. വളരെ സിമ്പിളാണ് ഈ ഒരു ബിസ്ക്കറ്റ് ചെയ്തെടുക്കാനായിട്ട്. അപ്പോൾ അതിന് വേണ്ട ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കുക. എങ്കിൽ മാത്രമേ നമുക്ക് അത് പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു ബിസ്ക്കറ്റ് തയ്യാറാക്കി എടുക്കാൻ സാധിക്കത്തുള്ളൂ. ഇവിടെ കൊടുത്തിരിക്കുന്ന മെഷർമെന്റ്സ് എല്ലാം കറക്റ്റായിട്ട് ഫോളോ ചെയ്താൽ നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു ജിം ജാം ബിസ്ക്കറ്റ് നിങ്ങൾക്ക് തയ്യാറാക്കി എടുക്കാൻ സാധിക്കും. അപ്പോൾ ഈസി ആയിട്ട് ചെയ്തെടുക്കാൻ സാധിക്കുന്ന ഈ ഒരു ബിസ്ക്കറ്റിന്റെ റെസിപ്പി വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ ജിം ജാം ബിസ്ക്കറ്റിന്റെ ഹോം മെയ്ഡ് വേർഷൻ എങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം. അതിന് വേണ്ട ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ബിസ്ക്കറ്റ്സിന് വേണ്ട ഡോ തയ്യാറാക്കിയെടുക്കാം. അതിനായി ഒരു ഡ്രൈ ആയ ബൗളിലേക്ക് 80 ഗ്രാം അളവിൽ മൈദ എടുക്കാം. മൈദയിലേക്ക് 10 ഗ്രാം മിൽക്ക് പൗഡറും 10 ഗ്രാം കസ്റ്റാർഡ് പൗഡർ, അര ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ, 1/8 ടീസ്പൂൺ ഉപ്പും ചേർത്ത് നന്നായി മിക്സ് ചെയ്ത് 3 പ്രാവശ്യം അരിപ്പയിൽ കൂടി അരിച്ചെടുക്കും. ശേഷം ഒരു ഡ്രൈ ആയ ബൗളിലേക്ക് 40 ഗ്രാം അളവിൽ റൂം ടെമ്പറേച്ചറിലുള്ള ബട്ടർ ചേർക്കാം. ബട്ടറിലേക്ക് 35 ഗ്രാം പൊടിച്ച പഞ്ചസാരയും ചേർത്ത് നന്നായി മിക്സ് ചെയ്തെടുക്കാം. പഞ്ചസാര ബട്ടറുമായിട്ട് നല്ലതുപോലെ അലിഞ്ഞു ചേരുന്നിടം വരെ മിക്സ് ചെയ്തെടുക്കണം. ഇതിലേക്ക് 1 ടീസ്പൂൺ വാനില എസൻസും ചേർത്ത് ഇതുപോലെ നല്ല ക്രീമി കൺസിസ്റ്റൻസി ആക്കിയെടുക്കണം. ഒരു വൈറ്റ് ഷെയ്ഡായിട്ട് വരും ഇത്. ഇതിലേക്ക് നേരത്തെ അരിച്ചു മാറ്റി വെച്ച ഡ്രൈ ഇൻഗ്രീഡിയൻസ് ചേർക്കാം. ഡ്രൈ ഇൻഗ്രീഡിയൻസ് ചേർക്കുന്നതിനോടൊപ്പം തന്നെ 10 ml വെള്ളവും ചേർത്ത് ഒരു ഡോ ആക്കിയെടുക്കാം. ഇത് കറക്റ്റ് അളവാണ്. ഈ മെഷർമെൻറ്റിൽ ചെയ്താൽ നിങ്ങൾക്ക് ഇത് പെർഫെക്റ്റ് ആയിട്ട് ഒരു ഡോ തയ്യാറാക്കി കിട്ടും. ഇതുപോലെ നല്ല ഒരു ടൈറ്റ് ഡോ ആക്കി എടുക്കണം. തയ്യാറാക്കിയ ഡോ ബട്ടർ ചേർത്തത് കൊണ്ട് തന്നെ ഫ്രിഡ്ജിൽ വെക്കണം. 10 മിനിറ്റ് ഫ്രിഡ്ജിൽ തണുക്കാൻ മാറ്റി വെക്കാം. ശേഷം മെല്ലെ ഇതുപോലെ പരത്തി എടുക്കണം. അല്പം മൈദ ഡസ്റ്റ് ചെയ്തതിന് ശേഷം പതുക്കെ റോൾ ചെയ്തെടുക്കും. ഇങ്ങനെ പരത്തിയെടുക്കുന്ന സമയത്ത് ക്രാക്കൊക്കെ വീഴാൻ സാധ്യതയുണ്ട്. അത് സാരമില്ല, അത് വീണ്ടും ജോയിൻ ചെയ്ത് എടുത്താൽ അത് പെർഫെക്റ്റ് ആയിട്ട് കട്ട് ചെയ്യാനുള്ള പരുവത്തിലായി കിട്ടും. ഇങ്ങനെ പരത്തിയെടുത്തതിന് ശേഷം റൗണ്ട് ഷേപ്പിൽ കട്ട് ചെയ്തെടുക്കാം. ഇങ്ങനെ ഷേപ്പിൽ കട്ട് ചെയ്തെടുത്തതിന് ശേഷം ഇനി ഇതിൻ്റെ സെൻറ്ററിലൊരു ഹോൾ കൊടുക്കണം. അതിനായി നോസിലോ ഇതുപോലെ ഉള്ളൊരു സ്ട്രോ വെച്ചോ ഒരു സെൻറ്ററിലൊരു ഹോൾ കൊടുക്കും. ഇങ്ങനെ ഹോൾ കൊടുത്തതിന് ശേഷം ഇനി ഒരു ഇംപ്രഷൻ കൊടുക്കണം. ചെറിയ ചെറിയ ലൈൻസ് ഇതിൽ കൊടുക്കാവുന്നതാണ്. ഇത് മേൽവശത്ത് വരുന്ന ഭാഗമായതുകൊണ്ടാണ് ലൈൻസ് ഒക്കെ കൊടുത്ത് ഹോളൊക്കെ കൊടുക്കുന്നത്. താഴെ ഭാഗത്ത് നമ്മളിത് കൊടുക്കേണ്ട കാര്യമില്ല. ഇതുപോലെ എല്ലാം ചെയ്തിടുക. ഇങ്ങനെ എല്ലാം ഷേപ്പ് ആക്കിയതിന് ശേഷം ഓയിൽ ബ്രഷ് ചെയ്തിട്ടുള്ള ഒരു ബേക്കിംഗ് ട്രീയിലേക്ക് മാറ്റാം. ശേഷം 180 ഡിഗ്രിയിൽ 15 to 20 മിനിറ്റ്സ് ബേക്ക് ചെയ്തെടുക്കാം. ബിസ്ക്കറ്റ്സ് ബേക്കാവുന്ന സമയം കൊണ്ട് നമുക്ക് അതിന് വേണ്ട ക്രീം ഫില്ലിംഗ് തയ്യാറാക്കിയെടുക്കാം. ബട്ടർ ക്രീമാണ് ഇവിടെ ചെയ്യുന്നത്. അതിനായി ഒരു ഡ്രൈ ആയ ബൗളിലേക്ക് 20 ഗ്രാം അളവിൽ റൂം ടെമ്പറേച്ചറുള്ള ബട്ടർ ചേർക്കാം. ബട്ടറിലേക്ക് 25 ഗ്രാം അളവിൽ പൊടിച്ച പഞ്ചസാരയും ചേർത്ത് നല്ലതുപോലെ മിക്സ് ചെയ്തെടുക്കാം. നല്ലൊരു ക്രീമി കൺസിസ്റ്റൻസി ആക്കിയെടുക്കണം. ഇതുപോലെ ചെയ്തെടുക്കാം. ശേഷം വേറൊരു ബൗളിൽ ഫില്ല് ചെയ്ത് കൊടുക്കാനുള്ള ജാം ചേർക്കാം. മിക്സഡ് ഫ്രൂട്ട് ജാമോ സ്ട്രോബെറി ജാമോ എന്ത് വേണേലും എടുക്കാവുന്നതാണ്. നമ്മൾ ബേക്ക് ചെയ്യാൻ വെച്ച ബിസ്ക്കറ്റ്സ് എല്ലാം നല്ല പെർഫെക്റ്റ് ആയിട്ട് ബേക്കായി കിട്ടിയിട്ടുണ്ട്. എനിക്കിവിടെ 20 മിനിറ്റ്സ് എടുത്തു ബേക്കായി കിട്ടാനായിട്ട്. ഇനി തണുത്തതിന് ശേഷം നമുക്ക് റിമൂവ് ചെയ്ത് വളരെ പെട്ടെന്ന് തന്നെ തയ്യാറാക്കിയെടുക്കാൻ സാധിക്കുന്ന ഒരു ബിസ്ക്കറ്റാണ് ജിം ജാം ബിസ്ക്കറ്റ്സ്. ഇത് നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ളൊരു റെസിപ്പിയാണ്. കറക്റ്റ് മെഷർമെൻറ്റിൽ തയ്യാറാക്കിയെടുത്താൽ നിങ്ങൾക്കും ഇതുപോലെ നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ളൊരു ബിസ്ക്കറ്റ്സ് തയ്യാറാക്കിയെടുക്കാൻ സാധിക്കും. ഇനി നമുക്ക് ഇതിൻ്റെ അകത്ത് ക്രീം എല്ലാം ഫില്ല് ചെയ്ത് കൊടുക്കണം. ഈ ഒരു മെഷർമെൻറ്റിൽ 7 പെയർ ബിസ്ക്കറ്റ്സ് ആണ് നമുക്ക് കിട്ടുന്നത്. ഇനി നമുക്കിതിലേക്ക് ക്രീം ഫില്ല് ചെയ്ത് കൊടുക്കാം. വീഡിയോയിൽ കാണിച്ചിരിക്കുന്നത് പോലെ തന്നെ ചെയ്തെടുക്കുക. ക്രീം ഫില്ല് ചെയ്ത് കൊടുക്കുമ്പോൾ പല രീതിയിൽ ചെയ്തെടുക്കാവുന്നതാണ്. സെൻറ്റർ ഭാഗം ഒഴിവാക്കി ക്രീം ഫില്ല് ചെയ്യാം, അല്ലെങ്കിൽ മൊത്തത്തിൽ ക്രീം ഫില്ല് ചെയ്ത് എടുക്കാവുന്നതാണ്. എങ്ങനെ ക്രീം ഫില്ല് ചെയ്ത് കൊടുത്തതിന് ശേഷം ഹോളിട്ട ബിസ്ക്കറ്റ് എടുത്ത് അതിൻ്റെ മുകളിലേക്ക് ഒട്ടിച്ചു വെക്കുക. അതിൻ്റെ മുകളിലായിട്ട് എടുത്തു വെച്ചിരിക്കുന്ന ജാം ഫില്ല് ചെയ്തു. ജാം എടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് നല്ല കട്ടിയുള്ള ജാം വേണം എടുക്കാൻ. ഒത്തിരി ലൂസായിട്ടുള്ള ജാം എടുക്കരുത്. എങ്ങനെ ജാം ഫില്ല് ചെയ്ത് കൊടുത്തതിന് ശേഷം അതിൻ്റെ മുകളിലായി തരിയുള്ള പഞ്ചസാര അല്പം വിതറാം. അങ്ങനെ നമ്മുടെ ജിം ജാം ബിസ്ക്കറ്റിൻ്റെ ഹോം മെയ്ഡ് വേർഷൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. വളരെ ഈസിയാണ് ഇത് ചെയ്തെടുക്കാനായിട്ട്. അപ്പോൾ വീട്ടിൽ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. കുട്ടികൾക്കൊക്കെ ഇതുപോലെ ബേക്കറിയിലൊക്കെ ബിസ്ക്കറ്റ്സ് തയ്യാറാക്കിയെടുക്കുന്നത് ബിസ്ക്കറ്റ്സ് തയ്യാറാക്കുന്ന ഒരു മാർജറിനുണ്ട്. അപ്പോൾ ഇത് നമ്മൾ ബട്ടർ ഉപയോഗിച്ചാണ് ചെയ്യുന്നത്. അപ്പോൾ കുറച്ചും കൂടെ ഒരു ഹെൽത്തി വേർഷനാണ് ചെയ്തിരിക്കുന്നത്.
അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഒപ്പം ഇത് ട്രൈ ചെയ്യുക. ട്രൈ ചെയ്തിട്ട് നിങ്ങളുടെ വാല്യുബിൾ കമൻറ്റ്സ് കമൻറ്റ് ബോക്സിൽ ചേർക്കുക. ഒട്ടും ഫ്ലോപ്പ് ആവത്തില്ല, ധൈര്യമായിട്ട് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.